ഒരു AC ആയിട്ടാണ് എല്ലാവരും ചാകത്തഴ ഈ അമ്മ മേടിച്ചു കൊടുത്തിട്ട് പെങ്ങളെ കൊച്ചിന് കല്ലൂന് ഒരു വീട് വേണം നമുക്ക്. വീട് അമ്മച്ചി ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുടുംബം നോക്കണം. എൻ്റെ കുടുംബം ഒരു വീട് വേണം. ദുരന്തങ്ങൾ ഓരോന്നായി കടന്നു വരുമ്പോഴും ഓരോ സംഭവങ്ങളും സമചിത്തതയോടെ നേരിട്ടെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഇന്നലകളിൽ തങ്ങൾക്ക് നേടാൻ കഴിയാത്ത ജീവിത സ്വപ്നങ്ങൾ ആൺമക്കളിലൂടെ സഫലമാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ ആൺകുട്ടിയിൽ ദുരന്തങ്ങളുടെ പെരുമഴയായി ഓരോ രോഗങ്ങളും പിടിമുറുക്കുന്നത് താങ്ങാനാവാതെ നെഞ്ചുപൊട്ടി കരയുകയാണ് ഒരു മാതാവ്. ആദിച്ചനല്ലൂർ ചിറയ്ക്ക് സമീപം ത്രിവേണി ഹൗസിൽ ഗിരിജയ്ക്കും കുടുംബത്തിനുമാണ് ഈ ദുർഗതി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ തലചായ്ക്കാൻ ഒരിടമോ ഇല്ലാതെ 27 വർഷമായി ഓട്ടിസവും അപസ്മാരവും പിടിപെട്ട മകനെയും കൊണ്ട് നിരവധി വീടുകളിൽ മാറി മാറി താമസിച്ചു. 27 വയസ്സായി. എങ്ങനെ ഓട്ടിസത്തിൻ്റെ അവന് നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്യണം, അവനെ സഹായിക്കണം എല്ലാവരും. ഞങ്ങൾക്ക് നിവർത്തിയില്ല അവനെ കൊണ്ടുപോകാനുള്ള. പിന്നെ എനിക്കൊരു കയറിക്കിടക്കാടാണ് കുഞ്ഞുങ്ങൾക്ക് കയറിക്കിടക്കാൻ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടക്കാടോ എനിക്ക് അത്യാവശ്യം. എൻ്റെ മോൻ എപ്പോഴും പറയും സുരേഷ് ഗോപിയെ കാണണമെന്ന്. ഞങ്ങൾക്ക് കിടക്കാടോ ഞങ്ങൾക്ക് അത്യാവശ്യം. ഒരു നിവർത്തിയില്ല, വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല. 3 മാസം വാടക പെൻഡിങ്ങിന് അന്ന് ഞങ്ങൾ ഇറങ്ങണം. ആ സ്റ്റേജിലിരിക്കുക. എല്ലാവരും കൂടി സഹായിക്കണം. എൻ്റെ മോന് പോലീസ് ഓഫീസർ ആവണമെന്ന് അവന് സഹായിക്കണമെന്ന് പറയുന്നത്. അവനതിന് ശാരീരിക ബുദ്ധിമുട്ടാണ്. അവനെല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ അവനൊന്നും ചെയ്യാനുള്ള ഇതില്ല. എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം. കൂലിപ്പണിക്കാരനായ ഭർത്താവിന്റെ വരുമാനം വീട്ടിലെ ചിലവുകളും ഓട്ടിസം ബാധിച്ച മകന്റെ ചികിത്സാ ചിലവുകളും നടന്നു പോകുമ്പോൾ പ്രാരാബ്ദങ്ങളെ തള്ളി നീക്കാൻ ഗിരിജയും ലോട്ടറി കച്ചവടത്തിനിറങ്ങി. പൊടുന്നനെയാണ് ഭർത്താവിന് തളർവാദം പിടിപെട്ട് വരുമാനം നിലച്ചത്. തുടർന്ന് ഗിരിജ ലോട്ടറി വിൽപ്പനയ്ക്കായി ഇറങ്ങിയെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കാൻ പോലും കഴിയാതെ ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. രോഗിയായിക്കൊണ്ടിരിക്കുന്ന ഗിരിജയ്ക്കും കുടുംബത്തിനും ഒരേ ഒരു ആഗ്രഹം മാത്രം, കയറിക്കിടക്കുവാൻ സ്വന്തമായി ഒരു വീട്. സജി പറയുമ്പോ സജി കെട്ടി ഞാൻ മാത്രമേ കേട്ടാത്ത ഇത്തു അച്ചുണ്ട് 5 അവർക്കൊക്കെ പണമായി വീടായി. എനിക്ക് ഒരു കല്യാണം കഴിക്കണം. സുമനസുകളുടെ സഹായം തേടുന്നു. നിലവിൽ ഈ കുടുംബം ചാത്തന്നൂർ ദീപം ക്ലബിന് സമീപം താമസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.